ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും CSPSC വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ കമ്പനി ബോർഡ് അതുപോലെ ബോക്കോ VFA എന്നിവയ്ക്കുള്ള ക്ലാസ്സുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ സിലബസ് അനുസരിച്ചിട്ടുള്ള നിങ്ങൾ ആദ്യം തന്നെ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ട് അതനുസരിച്ചിട്ടുള്ള സിലബസ് ആദ്യം തീർക്കുക കേട്ടോ. ഇനി അധികം ദിവസങ്ങളും ഇല്ല, ഓരോ ദിവസവും പെട്ടെന്നാണ് പോകുന്നത്. അപ്പോൾ ഇപ്പം ഇത്ര ദിവസം ഉണ്ട്, അല്ലെങ്കിൽ 60 ദിവസമുണ്ട്, 80 ദിവസമുണ്ട് പഠിക്കാമെന്ന് വിചാരിച്ചാൽ അത്ര ഉണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഓരോ ദിവസവും വളരെ വളരെ വിലപ്പെട്ടതാണ്. സമയം നമുക്ക് വേണ്ടി കാത്തിരിക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ 2025 ജനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. ഇന്നത്തെ കൊണ്ട് ഞാൻ 2025 ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് ഫുൾ തീർക്കും. നമ്മളിപ്പോൾ ഒരു 10-11 ഭാഗങ്ങളായിട്ടുണ്ട്. ഓക്കെ, അത് മതി. ഇപ്പോൾ നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നത് മിക്കതും തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ, ഇത് ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ഈ 2025 ജനുവരി ഈ ഇന്നത്തെ കൊണ്ട് ക്ലാസ് CA തീർക്കും. നാളെ നമുക്ക് ഫെബ്രുവരി 1-ാം തീയതി മുതൽ 2025 ഫെബ്രുവരി മുതലുള്ള കറണ്ട് അഫയേഴ്സ് നാളെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അത് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നോക്കിക്കടാ, രാജാ രാമണ്ണ എന്താണ്? 2025 ജനുവരിയിൽ 100-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? രാജാ രാമണ്ണ. രാജാ രാമണ്ണനെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? പ്രത്യേകിച്ച് PSC പഠിക്കുന്ന നമ്മൾ. അതായത് 2025 ജനുവരിയിൽ 100-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന ആണവ ശാസ്ത്രജ്ഞനാണ് അല്ലേ രാജാ രാമണ്ണ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ അണുബോംബിന്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? രാജാ രാമണ്ണയാണ്. അപ്പോൾ അദ്ദേഹം ജനിച്ചത് എപ്പോഴാണെന്ന് അറിയട്ടെ? 1925 ജനുവരി 28-നാണ്. 1925 ജനുവരി 28-നാണ് അദ്ദേഹത്തിന്റെ ജനനം. എടാ, അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കിട്ടിയ വർഷം ഒന്ന് ഓർത്ത് വെച്ചോ. 1975-ലാണ് രാജാ രാമണ്ണയ്ക്ക് പത്മവിഭൂഷൺ കിട്ടുന്ന വർഷം 1975-ആണ്. അപ്പോൾ ഓർത്ത് വെച്ചേക്കുക, 2025 ജനുവരിയിൽ 100-ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന ഇന്ത്യൻ ആണവ ശാസ്ത്രജ്ഞൻ ആരാണ്? രാജാ രാമണ്ണ. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും തെളിവ് ശേഖരിക്കുന്നതിനുമായിട്ട് മൊബൈൽ ഫോറൻസിക് വാൻ പുറത്തിറക്കിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? എന്താണ്? കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും തെളിവ് ശേഖരിക്കുന്നതിനുമായി മൊബൈൽ ഫോറൻസിക് വാൻ പുറത്തിറക്കിയ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര. ഏതാണ് ആ സംസ്ഥാനം? മഹാരാഷ്ട്ര. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. റംസാർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ നഗരങ്ങൾ. ഇന്ത്യയിൽ നിന്നുള്ള നഗരങ്ങൾ ഏതൊക്കെയാണത്? ഉദയ്പൂരും ഇൻഡോറുമാണ്. ഏതൊക്കെയാണ്? ഉദയ്പൂര്, ഇൻഡോർ. ക്വസ്റ്റ്യൻ എന്താണ്? റാംസാർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള നഗരങ്ങളാണ് ഉദയ്പൂറും ഇൻഡോറും. ഓക്കെ, ആകെ എന്താണ് 31 നഗരങ്ങളാണ് വരുന്നത് അല്ലേ? എത്രയാണ്? ടോട്ടൽ 31 നഗരങ്ങളാണ് വരുന്നത്. ഓക്കെ, അതിൽ ഉദയ്പൂരും ഇൻഡോറുമാണ് ഇന്ത്യയിൽ നിന്ന് ഇടം പിടിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. എടാ നോക്കിക്കേ, നമ്മുടെ സതീഷ് ധവാൻ, ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള ISROയുടെ 100-ാമത് വിക്ഷേപണമാണ് NVS-02 എന്ന് പറയുന്നത്. എന്താണ് NVS-02? സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നുള്ള ISROയുടെ 100-ാമത് വിക്ഷേപണമാണ് NVS-02 എന്ന് പറയുന്നത്. അപ്പോൾ അത് വിക്ഷേപിച്ചത് ഏത് വാഹനത്തിലാണ്? അതിന്റെ റോക്കറ്റ് ഏതാണ്? GSLV F-15 ആണ് അല്ലേ? GSLV F-15 എന്ന റോക്കറ്റിലാണ് ഇത് വിക്ഷേപിക്കുന്നത്. എന്നാണ് വിക്ഷേപിച്ചത്? 2025 ജനുവരി 29-നാണ്. ഡേറ്റ് ശ്രദ്ധിക്കുക. 2025 ജനുവരി 29-നാണ് NVS-02 ISRO വിക്ഷേപിക്കുന്നത്. എവിടെ നിന്ന്? ISRO വിക്ഷേപിക്കുന്നത് എവിടെ നിന്ന്? സതീഷ് ധവാൻ, ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. 2025 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ഏതാണ്? 2025 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ലഡാക്കാണ്. ഏതാണ്? ലഡാക്കാണ്. അപ്പൊ 2-ാം സ്ഥാനം അറിയട്ടെ. 2-ാം സ്ഥാനം തമിഴ്നാട്, 3-ാം സ്ഥാനം മഹാരാഷ്ട്ര. 2-ാം സ്ഥാനം തമിഴ്നാട്, 3-ാം സ്ഥാനം മഹാരാഷ്ട്ര. വേദി ഏതൊക്കെയാണ്? ലേയും ഗുൽമാർഗുമാണ്. വേദികൾ ഏതൊക്കെയായിരുന്നു? ലേ, ഗുൽമാർഗ്. ഇതായിരുന്നു വേദികൾ. അപ്പോൾ വിന്റർ ഗെയിംസ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത്, ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ലഡാക്കാണെന്ന് ഓർക്കുക. 2-ാമത് തമിഴ്നാടാണ്, 3-ാമത് മഹാരാഷ്ട്രയാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. Under-19 വനിതാ T20 ലോകകപ്പിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ താരം ആരാണ്? U19
അതായത് അണ്ടർ 19 വനിത T20 ലോകകപ്പ് അണ്ടർ 19 വനിത T20 ലോകകപ്പിൽ സെഞ്ചുറി നേടിയ ആദ്യത്തെ താരമായി മാറിയ ആര്? ജി തൃഷ. ഇന്ത്യക്കാരിയാണ് ജി തൃഷ. ഓർത്തു വെച്ചേക്കണം. അടുത്ത നോക്കിയാ മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ. എന്താണ് മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ എന്ന് വെച്ചാൽ എന്താണ്? അതൊരു പദ്ധതിയാണ്. എന്ത് പദ്ധതിയാണ്? നമ്മുടെ വന്യമൃഗങ്ങളുണ്ടല്ലോ, വന്യമൃഗങ്ങൾക്ക് വനത്തിൽ വെച്ച് തന്നെ ഭക്ഷണവും വെള്ളവും കൊടുക്കാനായിട്ട് കേരളം ഇറക്കാൻ പോകുന്നത്, കേരളം നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് എന്ന് പറയുന്നത് മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ എന്ന് പറയുന്നത്. ഇതിനകത്ത് തന്നെയുണ്ട് ഫുഡും വാട്ടറും അല്ലെ. ആർക്കാണ്? വന്യമൃഗങ്ങൾക്ക് വനത്തിൽ തന്നെ വെച്ചിട്ട് കൊടുക്കാനുള്ള കേരളം പുറത്തിറക്കുന്ന പദ്ധതി ഏതാണ്? മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ ആണ്. ഓക്കെ അല്ലേ? അടുത്തത്, ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്സപ്പ് ഗവേണൻസ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്സപ്പ് ഗവേണൻസ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശാണ് കേട്ടോ. ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്സപ്പ് ഗവേണൻസ് ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഓക്കെ, ഇത്രയും നമുക്ക് ഒന്നുകൂടെ നോക്കാവേ. ഒന്നാമത് എന്തായിരുന്നു ക്വസ്റ്റ്യൻ? 2025 ജനുവരിയിൽ 100ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന ഇന്ത്യൻ ആണവ ശാസ്ത്രജ്ഞനാണ് രാജാ രാമണ്ണ. അപ്പൊ അദ്ദേഹം ജനിച്ചത് 1925 ജനുവരി 28-നായിരുന്നു. അദ്ദേഹത്തിന് പത്മവിഭൂഷൺ കിട്ടിയ വർഷം 1975-ലായിരുന്നു. നെക്സ്റ്റ്, കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിനും തെളിവ് ശേഖരിക്കുന്നതിനുമായിട്ട് മൊബൈൽ ഫോറൻസിക് വാൻ പുറത്തിറക്കിയ ആദ്യത്തെ സംസ്ഥാനം മഹാരാഷ്ട്ര. ദെൻ റംസാർ തണ്ണീർത്തട നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിൽ നിന്നുള്ള നഗരങ്ങളായി ഉദയ്പൂരും ഇൻഡോറും. ഓക്കെ, അടുത്തത് നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് നമ്മുടെ ISRO വിക്ഷേപിക്കുന്ന 100ാമത്തെ വിക്ഷേപണം അല്ലെ. ഏതാണത്? NVS-02 ആണ്. വാഹനം GSLV F-15 ആണ്. എന്നാണ് വിക്ഷേപിച്ചത്? 2025 ജനുവരി 29-നാണ്. അടുത്തത്, 2025 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് ലഡാക്ക് ആണെന്ന് പറഞ്ഞു. 2 തമിഴ്നാട്, 3 മഹാരാഷ്ട്ര. വേരി ഏതായിരുന്നു? ലേയും ഗുൽമാർഗുമാണ്. അടുത്തത്, അണ്ടർ 19 വനിതാ T20 ലോകകപ്പിൽ സെഞ്ചുറി നേടിയ ആദ്യ താരം ജി തൃഷയാണ്. ഇന്ത്യക്കാരിയാണെന്ന് ഓർക്കുക. അടുത്തൊരു പദ്ധതിയാണ്. നമ്മുടെ വന്യമൃഗങ്ങൾക്ക് വനത്തിൽ വെച്ച് തന്നെ എന്താണ് ഭക്ഷണവും വെള്ളവും കൊടുക്കാനുള്ള കേരളം പുറത്തിറക്കുന്ന പദ്ധതിയാണ് എന്ന് പറയുന്നത് മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്സപ്പ് ഗവേണൻസ് ആരംഭിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ബാക്കി ചോദ്യങ്ങളിലേക്ക് പോകാം. നോക്കിക്കേടാ, 11 മണിക്ക് ശേഷം, എത്ര മണിയാ? 11 PM കേട്ടോ. 11 മണിക്ക് ശേഷം 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമ്മുടെ സിനിമ തിയേറ്ററിൽ സിനിമ കാണാനുള്ള വിലക്ക്, അതായത് അവർക്ക് ആ സമയത്ത് സിനിമ കാണരുത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ സമയത്ത് പ്രവേശനം നിഷേധിച്ചു. എങ്ങോട്ടേക്ക്? തിയേറ്ററുകളിലേക്ക്. ഓക്കെ, അത് ഏത് ഹൈക്കോടതിയാണ് അങ്ങനെ ഒരു വിധി പ്രഖ്യാപിച്ചതെന്നാണ് ചോദ്യം. അത് തെലങ്കാന ഹൈക്കോടതിയാണ്. ഇത്രയേ ഉള്ളൂ. രാത്രി 11 മണിക്ക് ശേഷം 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സിനിമാ തിയേറ്ററുകളിൽ പ്രവേശനം കൊടുക്കരുത് എന്ന് വാദിച്ച ഹൈക്കോടതി ഏതാണ്? തെലങ്കാന ഹൈക്കോടതിയാണ്. ഓർത്തു വെച്ചേക്കണേ. അടുത്തത് നമ്മൾ പഠിച്ച ഫാക്ട് തന്നെയാണ്. 2025 റിപ്പബ്ലിക് ദിനാഘോഷം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. അതിൽ ടാബ്ലോകളിൽ ടാബ്ലോയിലെ ഫസ്റ്റ് കിട്ടിയത് ഉത്തർപ്രദേശിനാണെന്ന് പറഞ്ഞു. അവരുടെ തീം എന്തായിരുന്നു? തീം എന്ന് പറയുന്നത് മഹാകുംഭമേള 2025, മഹാകുംഭ 2025 ആയിരുന്നു. 2ാം സ്ഥാനം നമ്മൾ പറഞ്ഞു, ഇന്നലെ പഠിച്ചതാണ്. 2ാം സ്ഥാനം ത്രിപുര അല്ലെ, ത്രിപുരയ്ക്കും. 3ാം സ്ഥാനം ആന്ധ്രാപ്രദേശിനുമായിരുന്നു. ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അഴിമതി വിരുദ്ധത്തെ തുടർന്ന് 2025 ജനുവരിയിൽ രാജിവെച്ച സെർബിയ പ്രൈം മിനിസ്റ്റർ ആരാണ്? സെർബിയയിലെ പ്രധാനമന്ത്രി ആരാണ്? അത് മിലോസ് റൂസേവിക് ആണ് കേട്ടോ. മിലോസ് റൂസേവിക് ആണ്. എന്താണ്? അഴിമതി വിരുദ്ധത്തെ തുടർന്ന് 2025 ജനുവരിയിൽ രാജിവെച്ച സെർബിയ പ്രധാനമന്ത്രി ആരാണ്? മിലോസ് റൂസേവിക് ആണ്. മിലോസ് റൂസേവിക്. ഓക്കെ, അടുത്ത് നോക്കിയേ. നെയ്മറുമായി കരാർ ഒപ്പിടുന്ന ബ്രസീലിയൻ ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ്? നെയ്മറുമായി കരാർ ഒപ്പിടുന്ന ബ്രസീലിയൻ ഫുട്ബോൾ ക്ലബിന്റെ പേരെന്താ? സാന്റോസ്. ഏതാണ്? സാന്റോസ്. ഓക്കെ, അടുത്തൊരു വിയോഗമാണ്. 2025 ജനുവരിയിൽ അന്തരിച്ച ഒരു അമേരിക്കൻ അത്ലറ്റ് ഉണ്ട്. 2025 ജനുവരിയിൽ അന്തരിച്ച അമേരിക്കൻ അത്ലറ്റ് ആണ് ഗ്രെഗ് ബെൽ. ആരാണ്? ഗ്രെഗ് ബെൽ എന്ന് പറയുന്നത് കേട്ടോ. ഗ്രെഗ് ബെൽ. അദ്ദേഹം ഒരു ലോങ് ജംപ് താരമാണ്.
അതുകൂടാതെ അദ്ദേഹത്തിന് 1956 മെൽബൺ ഒളിമ്പിക്സിൽ അദ്ദേഹം സ്വർണം നേടിയിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർത്തു വെച്ചേക്കുക കേട്ടോ. അപ്പൊ ആരാണ് ഗ്രെഗ് ബെൽ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ അത്ലറ്റ് ആണ്. അദ്ദേഹം 2025 ജനുവരിയിൽ നമ്മെ വിട്ടു പോയി അല്ലേ. അപ്പോൾ അത് ആരാന്ന് ചോദിച്ചാൽ ഗ്രെഗ് ബെല്ലാണ്. അദ്ദേഹത്തിന് 1956 മെൽബൺ ഒളിമ്പിക്സിൽ അദ്ദേഹം സ്വർണം നേടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇത്രയും ക്വസ്റ്റ്യൻ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കും. നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇത് നോക്കിയടാ, 11 മണിക്ക് ശേഷം 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തിയേറ്ററുകളിൽ പ്രവേശനം അനുവദിക്കരുതെന്ന് വായിച്ച ഹൈക്കോടതി തെലങ്കാന ഹൈക്കോടതിയാണ്. 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തില് ടാബ്ലോ വിഭാഗത്തിൽ 1ാം സ്ഥാനം ഉത്തർപ്രദേശിനാണ്, 2 ത്രിപുരയാണ്, 3 ആന്ധ്രാപ്രദേശാണ്. അഴിമതി വിരുദ്ധത്തെ തുടർന്ന് 2025 ജനുവരിയിൽ രാജിവെച്ച സെർബിയൻ പ്രൈം മിനിസ്റ്റർ ആരാണ്? മിലോസ് വുസേവിക് ആണ് കേട്ടോ. മിലോസ് വുസേവിക് ആണ്. നെയ്മറുമായി കരാർ ഒപ്പിടുന്ന ബ്രസീലിയൻ ഫുട്ബോൾ ക്ലബ് ഏതാണ്? സാന്റോസ് ആണ്. സാന്റോസ്. ഇതിന്റെ ഒരു വിയോഗമാണ് നമ്മൾ പഠിച്ചത്. 2025 ജനുവരിയിൽ അന്തരിച്ചിട്ടുള്ള അമേരിക്കൻ അത്ലറ്റ് ആരാണ്? ഗ്രെഗ് ബെല്ലാണ്. അദ്ദേഹത്തിന് ഗോൾഡ് കിട്ടിയിട്ടുണ്ട്. സ്വർണം കിട്ടിയിരുന്ന ഏത് ഒളിമ്പിക്സിലാണെന്ന് ചോദിച്ചാൽ 1956 മെൽബൺ ഒളിമ്പിക്സിലാണ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ ജനുവരിയിലെ കണ്ടക്ടേഴ്സ് എല്ലാം ഫുൾ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാനതൊരു പ്ലേലിസ്റ്റ് ആക്കി ഇട്ടേക്കാം, നിങ്ങളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ 2025 ജനുവരിയിലെ കണ്ടക്ടേഴ്സ് ഞാൻ പ്ലേലിസ്റ്റ് ആക്കി ഇട്ടേക്കാം. നിങ്ങളതൊന്ന് പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാ പ്രധാന പോയിന്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി പഠിക്കുക. നമ്മൾ നാളെ മുതൽ ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്യും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.